ഇന്നലത്തെ ISLലെ മാച്ച് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടായിരിക്കും, നോർത്ത് ഈസ്റ്റ് മുഹമ്മദൻസ് മാച്ച്. സോ ആ ഒരു മാച്ചിൻ്റെ അവസാനം നടന്ന ചില സംഭവങ്ങളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ചയായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. 200 ലൈക്കിൻ്റെ ടാർഗറ്റ്. സോ എല്ലാവരും അതിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. ഇന്നലത്തെ മാച്ച് അതിനെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. എന്തായാലും അത്യാവശ്യം നല്ലൊരു മാച്ചായിരുന്നു. രണ്ട് ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല രീതിയിലുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഗോൾ കയറിയില്ല. അതായിരുന്നു ഏറ്റവും വലിയ വിഷയം എന്ന് പറയുന്നത്. ഇത് ഗോളാകേണ്ട പല അവസരം മുഹമ്മദൻസും അതുപോലെ തന്നെ നോർത്ത് ഈസ്റ്റും ക്രിയേറ്റ് ചെയ്തെടുത്തിരുന്നു. പക്ഷേ രണ്ടുപേർക്കും അത് ഗോൾ അടിക്കാൻ സാധിച്ചില്ല. ഈസിയായിട്ട് ഗോൾ അടിക്കാൻ വരുന്ന സംഭവങ്ങളായിരുന്നു. എന്തായാലും മത്സരശേഷം യുവാൻ പെഡ്രോ ബനാലി തീരെ അസ്വസ്ഥനായിരുന്നു. അത് അങ്ങനെ ആകാനുള്ള കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മുഹമ്മദൻസ് എതിരായിട്ടുള്ള മാച്ചാണ്. എല്ലാ ടീമും ഉറപ്പായിട്ടും 3 പോയിൻ്റ് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന മാച്ചുകളാണ് മുഹമ്മദൻസ് അതുപോലെ ഹൈദരാബാദ് ഒക്കെ എതിരായിട്ടുള്ള മാച്ചുകൾ. സോ ആ ഒരു മാച്ച് സമനിലയായാലും ഒരു തോൽവിക്ക് തുല്യമായ മാച്ചുകളാണ്. കാരണം സെറ്റാകാത്ത ടീമുകളാണ് ഇപ്പോൾ മുഹമ്മദൻസ് ആയാലും ഹൈദരാബാദൊക്കെ ആണെങ്കിലും. സോ ആ ഒരു അവസ്ഥയിൽ ഭയങ്കര ദേഷ്യം പിടിച്ചുള്ളൊരു യുവാൻ പെഡ്രോ ബനാലി ആയിരുന്നു ഇന്നത്തെ മാച്ചിന് അവസാനം നമുക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹം ബെമാമറിന് ചെന്ന് എന്തൊക്കെയോ പറയുന്നുണ്ട്. അദ്ദേഹം അത് കേട്ടിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജിതിനെ ചെന്ന് ശരിക്കും നല്ല രീതിയിൽ ചീത്ത വിളിക്കുന്നത് തന്നെ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വന്ന് ചീത്ത വിളിക്കുന്നുണ്ട്, ഓരോന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം തിരിച്ച് നടന്നു പോകുന്നുണ്ട്. തിരിച്ചു ചെന്നിട്ട് അദ്ദേഹത്തെ ചെന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ മൂന്നാമതും വിളിച്ചെന്തോ അപ്പോഴത്തേക്കാണ് അതൊരു കട്ടായി പോകുന്നത്. അവരുടെ ആ ഒരു ഫുട്ടേജ് മാറിപ്പോകുന്നു. സോ ഇന്നലെ എന്തായാലും ജിതിന് ശരിക്കും കിട്ടിയിട്ടുണ്ട് യുവാൻ പെഡ്രോ ബനാലിയുടെ കയ്യിൽ നിന്ന് നമുക്ക് കണ്ടെത്താൻ മനസ്സിലാക്കാൻ സാധിക്കും. എന്തുകൊണ്ടാണ് ഇതിന് കിട്ടുന്നുണ്ട്. ജിതിനൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ കളിച്ചിട്ടുണ്ട്. ബട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ കളിയിലും കാണിക്കുന്ന പോലത്തെ ഒരു അഗ്രസീവ് പെർഫോമൻസ് വന്നിട്ടില്ല. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ചിലപ്പോൾ. സോ എന്തായാലും ഇപ്പോഴത്തെ കോച്ചുമാരൊക്കെ ഇങ്ങനെ വഴക്ക് പറയുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇപ്പോൾ അതൊക്കെ കുറവാണ്. പണ്ടായിരുന്നു കോച്ചുമാരൊക്കെ ഭയങ്കര അറഗൻ്റായിട്ട് പെരുമാറുന്നത്. നമ്മൾ വിചാരിക്കുന്നതിനൊക്കെ അപ്പുറമായിട്ടാണ് കോച്ചുമാർ ആ ഒരു ടൈമിലൊക്കെ പെരുമാറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അങ്ങനെ കുറവാണ്. ബട്ട് സ്റ്റിൽ ആ ഒരു യുവാൻ പെഡ്രോ ബനാലി എന്ന് പറയുന്ന ആ ഒരു ഓൾഡ് ഏജ്ഡ് കോച്ചാണ്. സോ അദ്ദേഹത്തിന് ഉറപ്പായിട്ടും ആ ഒരു സംഭവം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കും. സോ അതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. പിന്നെ ഡ്രസ്സിംഗ് റൂമിൽ പലതും നടക്കും, നമുക്കറിയില്ലല്ലോ. നമ്മളാകെ കാണുന്ന TV-യിലെ സംഭവങ്ങൾ മാത്രമാണ്. സോ എന്തായാലും വളരെ അഗ്രസീവായിട്ടുള്ളൊരു യുവാൻ പെഡ്രോ ബനാലിയാണ് ഇന്നലെ നമ്മൾ പിച്ചിൽ കണ്ടത്. സോ എന്തായാലും ഈ ഒരു വീഡിയോത്തിലുള്ള നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് എടുത്ത് അറിയിക്കണം. ഗുഡ് ബൈ.